പള്ളിയുടെ പരിപാലകരിൽ യുവാക്കളും കടന്നു വരണം. നാട്ടിൽ നടക്കുന്ന ധാർമ്മികമായ വിപ്ലവങ്ങളോടൊപ്പം യുവാക്കളെ ചേർത്ത് നിർത്താനുള്ള ശ്രമം എല്ലാ തലങ്ങളിലും ഉണ്ടാകണം. കാരണം നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ച നേതാവാണ്. യുവജനങ്ങളിൽ ഒരുപാട് വിശ്വാസം അർപ്പിച്ച നേതാവിന്റെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി. നീറ്റ് ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷകൾ, ആയിരങ്ങളല്ല 10,000-കണക്കിന് യുവതി യുവാക്കൾ രാജ്യത്തിന്റെ ഏതെല്ലാം ഇടങ്ങളിൽ നിന്നാണ് പലപ്പോഴും റെയിൽവേ സ്റ്റേഷനുകൾ, മെട്രോ സ്റ്റേഷനുകൾ പരിപൂർണമായി അടച്ചിട്ടുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് യുവാക്കളുടെ കരുത്തിനെ നേരിടാൻ വേണ്ടി ഭരണ സംവിധാനങ്ങൾ ഒന്നിച്ചു നിൽക്കുമ്പോഴും ആ സംവിധാനങ്ങളൊക്കെ അടച്ചിടപ്പെട്ട് തങ്ങൾക്ക് മുമ്പിലുള്ള വഴികൾ അടയ്ക്കപ്പെടുമ്പോഴും ഡൽഹിയുടെ ജന്തർ മന്ദറിന്റെ വിരിമാറിൽ രാജ്യത്ത് നടക്കുന്ന വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ കരുത്തുറ്റ യുവാക്കളുടെ ശക്തമായ പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാലകൾ ആളിക്കത്തുന്നുവെങ്കിൽ ഈ രാജ്യത്തിന്റെ പ്രതീക്ഷ, ഫാസിസത്തിനെതിരെയുള്ള ഈ രാജ്യത്തിന്റെ പ്രതീക്ഷ അത്തരം യുവാക്കളിൽ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയണം. CJP ഇന്നിന്റെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശബ്ദമായിട്ട് CJP മാറുമ്പോ CJPയോടൊപ്പം ചേർന്ന് നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ ഈ രാജ്യത്തിന്റെ ഉന്നതമായ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒത്തൊരുമിക്കുന്നുവെങ്കിൽ യുവാക്കളിൽ രാജ്യം പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ജന്തർ മന്ദർ എന്ന് പറയുന്നത് വെറും ഒരു രാഷ്ട്രീയ വിഷയമല്ല. BJP അതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി കാണേണ്ടതില്ല. ജന്തർ മന്ദറിൽ നടക്കുന്ന അനേകായിരം യുവതി യുവാക്കളുടെ വിദ്യാർത്ഥിനികളുടെ പ്രക്ഷോഭങ്ങൾ, ആഹ്വാനങ്ങൾ, പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാലകൾ അത് വെറും ഒരു രാഷ്ട്രീയ വിഷയമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്ന ശക്തമായ വിഷയമാണ് എന്ന തിരിച്ചറിവ് അത്തരം ഒരു പൗരബോധത്തിലേക്ക് നാം ഓരോരുത്തരും എത്തണം. അല്ലാഹു നമുക്ക് നല്ല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യുവജനങ്ങളുടെ വിശ്വാസം തിരിച്ചു പിടിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനമാണ് ഒരു രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിസ്ഥാനം. യാതൊരു സംശയവുമില്ല, അല്ലേ? രാജ്യത്തിലെ യുവാക്കളുടെ വിശ്വാസം തിരിച്ചു പിടിക്കാൻ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് തീർച്ചയായും കഴിയേണ്ടതുണ്ട്. ഞാൻ ഓർത്തു പോവുകയാണ്, കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഒരു കാലഘട്ടത്തിന്റെ പ്രതീക്ഷയായിരുന്ന നെൽസൺ മണ്ടേല, അദ്ദേഹം അന്ന് നടത്തിയ ഒരു പ്രഖ്യാപനം നവകാല ലോകത്ത് വളരെ സുവിദിതമായ പ്രസക്തമായ ഒരു ആശയമാണ്. അദ്ദേഹം പറഞ്ഞത്, ലോകത്തെ മാറ്റാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം. Knowledge makes a man obedient and cultured. ഇത്രത്തോളം ശക്തമായ മൂർച്ചയുള്ള വിദ്യാഭ്യാസം എന്ന ആയുധത്തെക്കാൾ വലിയ ഒരു ആയുധം, അതിനേക്കാൾ മൂർച്ചയുള്ള ഒരു ആയുധം ലോകത്ത് പിന്നെ ഒരു സംവിധാനത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് വിദ്യാർത്ഥിയുടെ സ്വപ്നം തകരുമ്പോൾ തകരുന്നത് ഒരു വ്യക്തിയുടെ, ഒരു കുട്ടിയുടെ, ഒരു വിദ്യാർത്ഥിനിയുടെ മാത്രം സ്വപ്നമല്ല, ഒരു രാജ്യത്തിന്റെ ഭാവിയാണ് എന്ന് നെൽസൺ മണ്ടേല കാലഘട്ടങ്ങൾക്ക് മുമ്പ്. നീറ്റ് പരീക്ഷയുടെ ഒരു ചോദ്യപേപ്പർ ഇവിടെ ചോർന്നു പോകുമ്പോ ആത്മഹത്യ ചെയ്യുന്ന ഒരു കുട്ടിയുടെ ഭാവിയും ഒരു കുടുംബത്തിന്റെ ദുഃഖവും മാത്രമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ ഭാവിയാണ് ഇത്തരം ചോർച്ചകളിലൂടെ അപ്രസക്തമാകുന്നത് എന്ന ഒരു തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. ഒരു ചോദ്യപേപ്പർ ചോരുമ്പോൾ തീർന്നു പോകുന്നത്, നഷ്ടമാകുന്നത് ഏതാനും മാർക്കുകൾ മാത്രമല്ല, കഠിനാധ്വാനം, വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നമാണ് അവിടെ തമസ്കരിക്കപ്പെടുന്നത്. ആ കുട്ടി ചിന്തിക്കുകയാണ്, ഇവിടെ എന്റെ അധ്വാനത്തിന് വിലയില്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും, എന്റെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും വേനലുകളിൽ കൊടുവയിലത്ത് പോയി പണിയെടുത്തിട്ട് എനിക്കുണ്ടാക്കി തന്ന ലക്ഷങ്ങൾ കൊണ്ട് നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി, വ്യത്യസ്തങ്ങളായ മറ്റ് പരീക്ഷകൾക്ക് വേണ്ടി കാലഘട്ടങ്ങളോളം ഞാൻ പഠിച്ച് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് രാത്രിയില്ലാതെ പകലില്ലാതെ എന്റെ ഭാവിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, എന്റെ ഭാവിയുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ഞാൻ പഠിക്കുമ്പോ എന്റെ അധ്വാനത്തിന് വിലയില്ലാതായി പോവുകയാണ് എന്നൊരു കുട്ടി തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവിൽ നിന്നാണ് സൂയിസൈഡ്, ആത്മഹത്യകൾ ഉണ്ടായിത്തീരുന്നത്. ഈ വിഷയങ്ങളുടെയൊക്കെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവരെ
എത്ര ആത്മഹത്യകളാണ് നമ്മുടെ രാജ്യത്ത് നടന്നത്. ഈ ആത്മഹത്യകളൊക്കെ ചോദ്യം ചെയ്യുന്നത് ആരെയാണ്? നമ്മുടെ രാജ്യത്തിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെയാണ്. യാതൊരു സംശയവുമില്ല. ചരിത്രത്തിന്റെ പുരോഗമന പ്രസ്ഥാനങ്ങളെ നിങ്ങൾ പരിശോധിക്കൂ. എല്ലാ പുരോഗമന പ്രശ്നങ്ങളും, എല്ലാ പുരോഗമന പശ്ചാത്തലങ്ങളും, ചരിത്രത്തിന്റെ എല്ലാ പുരോഗമന സമൂഹങ്ങളും വിദ്യാർത്ഥികളുടെ ശബ്ദം കേൾക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നതാണ് സത്യം. ഇന്ന് ജന്തർ മന്ദറിൽ നടക്കുന്നത് വെറും പ്രതിഷേധമല്ല, ഒരു സമൂഹത്തിന്റെ മനസാക്ഷിയാണ്. ഒരു രാജ്യം ശക്തമാകണമെങ്കിൽ അതിരുകൾ മാത്രം സംരക്ഷിച്ചാൽ പോരാ. പാകിസ്ഥാനിന്റെ അതിർത്തികളെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പരിസര രാജ്യങ്ങളുടെ അതിരുകളെ കൃത്യമായി സംവിധാനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പട്ടാളത്തിന്റെ ഫോഴ്സ് ഉപയോഗിച്ച് ഒരു രാജ്യത്തിന്റെ അതിർത്തിയെ സംരക്ഷിക്കൽ മാത്രമല്ല ഒരു രാജ്യത്തിന്റെ വിജയം, മറിച്ച് ആ രാജ്യത്ത് വളർന്നു വരുന്ന യുവസമൂഹത്തിന്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തിന് എന്താണോ കഴിയുന്നത്, അന്നേ രാജ്യം വിജയം പ്രാപിക്കൂ എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് വേണ്ട. ഇന്നിപ്പോ ഉത്തരം മുട്ടുമ്പോൾ എന്താണ് നടക്കുന്നത്? യൂണിഫോം ഇടാത്ത പോലീസുകാർ പോലും സംഘടിതമായിട്ട് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കടന്നു കയറിയിട്ട് നിഷ്ഠൂരമായിട്ട് അവരെ ബലം പ്രയോഗിക്കുന്ന ലാത്തികൾക്ക് പകരം കയ്യിൽ കിട്ടുന്ന വലിയ കമ്പുകൾ എന്തിയിട്ട് പ്രതിഷേധത്തിന് വേണ്ടി, ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞങ്ങൾ മുഴക്കുന്ന ശബ്ദം നിങ്ങളൊന്ന് കേൾക്കൂ എന്ന് സായുധരല്ലാതെ, ആയുധമില്ലാതെ, പ്രകോപനങ്ങളില്ലാതെ സമാധാനപരമായി തലസ്ഥാന നഗരിയിൽ ജന്തർ മന്ദറിൽ ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്കെതിരെ, വിദ്യാഭ്യാസത്തിന്റെ ശക്തമായ നയങ്ങൾക്കെതിരെ ശാന്തമായി പ്രതിഷേധിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രതിഷേധ ശബ്ദങ്ങളെ അടിച്ചൊതുക്കാൻ യൂണിഫോമിലല്ലാതെ പോലും ഓഫീസേഴ്സ് കടന്നു ചെന്നിട്ട് ക്രൂരത കാണിക്കുമ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്ത് ഈ ഇത്തരം ഭരണ സംവിധാനങ്ങൾ കടന്നു വരാൻ വേണ്ടി വോട്ട് ചെയ്ത വോട്ട് ബാങ്കുകളായ കുടുംബങ്ങളിലെ പോലും കുട്ടികൾ അവരുടെ അടികൊള്ളുന്നുണ്ടോ എന്ന ചിന്ത എത്രത്തോളം ഭീകരമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് തിരിച്ചറിയാം. ഇന്നിപ്പോ ഒരു വലിയ ചിത്രം ഓരോ വാർത്താ മാധ്യമങ്ങളും പ്രസിദ്ധീകരണങ്ങളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ആദ്യം കണ്ട ചിത്രം മറ്റൊരു ചിത്രമല്ല. മുംബൈ ശിവാജി പാർക്കിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥിനികളെ കൊണ്ടുപോകുന്ന ഒരു വാഹനം. ആ വാഹനം ഇങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കിടക്കുമ്പോൾ യാതൊരു ഭയവും ഭീതിയും പേടിയുമില്ലാതെ റിയാദ് ആഖിർ എന്ന് പറയുന്ന ഒരു മോഡൽ, ഒരു പേടിയുമില്ലാതെ ആ വാഹനത്തിൽ തള്ളിപ്പിടിച്ചു നിൽക്കുകയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, സാമ്രാജ്യത്വ അജണ്ടകൾ, വർഗീയ അജണ്ടകൾ, ബിജെപിയുടെ അജണ്ടകൾ, സംഘപരിവാര അജണ്ടകൾ ഒരു രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ പോലും നടപ്പാക്കിയിട്ട് ഈ രാജ്യത്തെ വളർന്നു വരുന്ന യുവസമൂഹങ്ങളുടെ വികസനത്തിന്റെ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഭരണകൂട ഭീകരതയുടെ ശ്രമങ്ങൾ, ആ ശ്രമങ്ങളെ പേടിയില്ലാതെ സമരക്കാരെ കൊണ്ടുപോകുന്ന വാഹനത്തിന് മുമ്പിൽ ജീവൻ പണയം വെച്ച് തടഞ്ഞു നിൽക്കാൻ ഈ രാജ്യത്തിന്റെ മോഡലുകളും സെലിബ്രിറ്റികളും എഴുത്തുകാരും നേതാക്കന്മാരും ഒക്കെ തയ്യാറാകുന്നുണ്ട് എങ്കിൽ ഈ രാജ്യത്തെ കാവലാളാകാൻ ഒരു സമൂഹം, ഒരു യുവസമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ട് എന്ന വലിയ ഒരു പ്രതീക്ഷ കൂടി ഉണർന്നു വരികയാണ്. അള്ളാഹു നമുക്ക് നല്ല ഈമാനിക ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.